നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പരിഷ്കാരങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്തായാലും അമേരിക്കയിൽ അത് നല്ല രീതിയിൽ തന്നെ ആളി തുടങ്ങിയിട്ടുണ്ട്. ഡോളറിനിടിവും ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും ഒക്കെയാണ് അതിലെ ആദ്യഘട്ടം. കഴിഞ്ഞില്ല നാറ്റോയും ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന തകർച്ചയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ ഡോളറിന് ഭാവിയിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഡച്ച് ബാങ്ക്. സാമ്പത്തിക വിപണികളെ പിടിച്ചുലയ്ക്കുകയും ആഗോള വ്യാപാര യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയും ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രതികാര താരിഫ് പ്രഖ്യാപനത്തെ തുടർന്നാണ് ഈ ഒരു മുന്നറിയിപ്പുകൾ. മൂലധന പ്രവാഹത്തിലെ പ്രധാന മാറ്റങ്ങൾ കറൻസി വിപണികളെ അസ്ഥിരപ്പെടുത്തുമെന്ന് ജർമ്മൻ സാമ്പത്തിക ഭീമനായ ഡച്ച് ബാങ്കിന്റെ വിദേശ നാണയ ഗവേഷണത്തിന്റെ ആഗോളതലവനായ ജോർജ് സാരവെലോസ് പറഞ്ഞതായാണ് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. മൂലധനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വിദേശ വിനിമയ വിപണിയിലെ നീക്കങ്ങൾ ക്രമരഹിതമാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ തുടക്കമെന്ന നിലയിൽ ഏപ്രിൽ 3-ന് അമേരിക്കൻ ഡോളർ മൂല്യം കുത്തനെ താഴെ പോയിരുന്നു. 2020 ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിദിന ഇടിവായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. 2020 മാർച്ച് 16-ന് കൊറോണ വൈറസ് വ്യാപനം ആഗോള വിപണികളിൽ പ്രതിധ്വനിച്ചതിനു ശേഷം S&P 500 കമ്പനികൾക്ക് ഓഹരി വിപണി മൂല്യത്തിൽ ആകെ $2.4 ട്രില്യൺ നഷ്ടമാണ് സംഭവിച്ചിരുന്നത്. യൂറോയ്ക്കും ജാപ്പനീസ് യെന്നിനുമെതിരെ 1.5% ഇടിവും ബ്രിട്ടീഷ് പൗണ്ടിനെതിരെ 1% ഇടിവുമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ ഇറക്കുമതികൾക്ക് 10% മുതൽ 50% വരെ താരിഫ് ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തെ തുടർന്നാണ് ഈ കനത്ത ഇടിവ് നേരിടേണ്ടി വന്നത്. ഈ ആഗോള വ്യാപാര യുദ്ധത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ഭയം നിഷ്പക്ഷരെ സുരക്ഷിതരായ ആസ്തികൾ തേടാൻ പ്രേരിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഡോളറിലുള്ള വിശ്വാസ്യത ചോരുന്നത് ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. അമേരിക്കൻ വ്യാപാര നടപടികൾ ആഗോള സാമ്പത്തിക സഹകരണത്തെ തടസ്സപ്പെടുത്തുമെന്നും പണപ്പെരുപ്പ പ്രതീക്ഷകളെ അസ്ഥിരപ്പെടുത്തുമെന്നും പണനയ പുനഃക്രമീകരണം നിർബന്ധത്തിലാക്കുമെന്നും യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. താരിഫുകളുടെ പ്രത്യാഘാതങ്ങൾ വളരെ വേഗത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും ഇതിനോടകം തന്നെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ കണ്ടു തുടങ്ങി. ലോകമെമ്പാടും ഓഹരി വിപണികൾ ഇടിഞ്ഞു, എണ്ണവില കുറഞ്ഞു, ബോണ്ട് ആദായം കുറഞ്ഞു. അതേസമയം സ്വർണം, ജർമ്മൻ ബണ്ടുകൾ, സ്വിസ് ഫ്രാങ്ക് എന്നിവയുൾപ്പെടെയുള്ള സുരക്ഷാ താവളങ്ങളായി കാണപ്പെടുന്ന ആസ്തികൾക്കെല്ലാം തന്നെ ഡിമാൻഡും വർദ്ധിച്ചിട്ടുണ്ട്. JP മോർഗൻ, ഫിച്ച് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും സമാനമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഫിനാൻഷ്യൽ ടൈംസും റോയിട്ടേഴ്സും അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. താരിഫുകൾ അമേരിക്കയുടെ GDP വളർച്ചയെ 1.5% വരെ കുറയ്ക്കുമെന്നും മറ്റ് പ്രധാന സമ്പദ് വ്യവസ്ഥകളെ മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്നും അവർ കണക്കാക്കുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ട്രംപിന്റെ താരിഫ് പരിഷ്കാരം സഖ്യകക്ഷികൾക്കിടയിലുള്ള സാമ്പത്തിക സഹകരണത്തെ ദുർബലപ്പെടുത്തുന്നതിലൂടെ നാറ്റോയുടെ സ്ഥാപക തത്വങ്ങളുടെ ലംഘനമാണെന്നാണ് നോർവീജിയൻ വിദേശകാര്യമന്ത്രി എസ്പെൻ ബാർ എയ്ഡ് തുറന്നടിച്ചിരിക്കുന്നത്. ബ്രസൽസിൽ നടന്ന നാറ്റോ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് അദ്ദേഹം ഈ ഒരു വിഷയം ഉന്നയിച്ചതെന്ന് പബ്ലിക് ബ്രോഡ്കാസ്റ്റർ NRK റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സഖ്യത്തിനുള്ളിൽ സമാധാനവും സ്ഥിരതയും വളർത്തിയെടുക്കുന്നതിന്റെ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ അംഗങ്ങളെ പ്രതിജ്ഞാബദ്ധമാക്കുന്ന നോർത്ത് അറ്റ്ലാന്റിക് ഉടമ്പടിയുടെ ആർട്ടിക്കിൾ 2 പറ്റി എസ്പെൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ശക്തമായ ഒരു നാറ്റോ വേണമെങ്കിൽ നാറ്റോ രാജ്യങ്ങളിൽ കഴിയുന്നത്ര സാമ്പത്തിക വളർച്ച ഉറപ്പാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാമ്പത്തിക സഹകരണം മുഴുവൻ സഖ്യത്തിനും നല്ലതായിരിക്കുമെന്നും നയതന്ത്രജ്ഞർ കൂട്ടിച്ചേർക്കുന്നുണ്ട്.